നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ ഇന്ന് ദിവസം നടന്ന ഒരു ചെറിയ തട്ടിക്കൂട്ട് പരിപാടി നമ്മുടെ പ്രേക്ഷകരുടെ മുമ്പിൽ, ജനാധിപത്യ വിശ്വാസികളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിങ്ങനെ ഒരു മീറ്റിംഗ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. വേറൊന്നുമല്ല, കുടുംബശ്രീ എന്ന് പറയുന്ന മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി വിഭാവനം ചെയ്ത 97-98 മലപ്പുറത്ത് വിഭാവനം ചെയ്ത സ്ത്രീ ശാക്തീകരണത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ട് വിഭാവനം ചെയ്ത കുടുംബശ്രീ എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ, ആ ഒരു സംഘടനയെ രാഷ്ട്രീയവൽക്കരിക്കുന്ന ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ അഴിമതി തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു മീറ്റിംഗ് ഇവിടെ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ജനങ്ങൾക്കറിയാം, ഞങ്ങൾ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ്, ഡേറ്റ് കൃത്യമായി പറഞ്ഞാൽ 2/7/2024 ഞങ്ങൾ ഒരു സമര പരിപാടി നടത്തിയിട്ട് അതിൻ്റെ ഒരു റിക്വസ്റ്റ് ഞങ്ങൾ പബ്ലിക് മാർക്കറ്റ് തുറന്ന് കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ സെക്രട്ടറിയും പ്രസിഡന്റിനെയും കാണുകയും ഒരാഴ്ചയ്ക്കകത്ത് അത് പഞ്ചായത്ത് സഭയിൽ വച്ചിട്ട് അതിൻ്റെ മറുപടി അറിയിക്കാമെന്ന് പറഞ്ഞിട്ട് 2.5 മാസം പിന്നിട്ടു. നാളിതുവരെയും അതിനൊരു മറുപടിയും അതിനൊരു നടപടിയും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഓണം വരുമ്പോൾ നമ്മുടെ കുടുംബശ്രീയോട് നമ്മൾ ആദരവാണ്. അതിൻ്റെ അമ്മമാരെയും അതിൻ്റെ പ്രവർത്തകരോടും നമുക്ക് ബഹുമാനമാണ്. ആ ഒരു പരിപാടി അവരിവിടെ സംഘടിപ്പിക്കുന്നതിൽ നമ്മൾക്ക് വളരെ ചാരിതാർത്ഥ്യമുണ്ട്. കാരണം ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുകയും അവർക്ക് അതുവഴി നേട്ടങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യും. 2100ഓളം കുടുംബശ്രീ ചന്തകളാണെന്ന് കേരളത്തിൽ രാവിലെ മുതൽ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ കുടുംബശ്രീ ചന്ത തുടങ്ങുക വഴി പബ്ലിക് മാർക്കറ്റ്, പൊതുചന്ത, ചടയമംഗലത്തുണ്ടായിരുന്ന നമ്മളെ ഗവൺമെൻറ് ആശുപത്രിയുടെ കിടത്തി ചികിത്സയുടെ കാര്യം പറയുന്നത് പോലെ നേരത്തെ ഉണ്ടായിരുന്ന ചന്ത അത് നശിപ്പിച്ച് നാമാവശേഷമാക്കി അത് ഇഴജന്തുക്കൾക്കും ഉള്ള താവളമാക്കി മാറ്റി ഈ പരുവത്തിലാക്കിയ ഈ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ മുഖം മൂടിയാണ് ഇന്ന് രാവിലെ വീണ്ടും ഇവിടെ പ്രത്യക്ഷപ്പെടുന്നത്. അതായത് നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന ആ ചന്ത കുടുംബശ്രീയുടെ സാധനങ്ങൾ വിൽക്കുകയും അതുവഴി 7 ദിവസം കഴിയുമ്പോൾ ഓണത്തിൻ്റെ ചന്ത കഴിഞ്ഞാൽ അത് മറ്റ് ചന്ത സാധാരണ ഉണ്ടായിരിക്കുന്ന ചന്ത പോലെ ആഴ്ചയിൽ 2 ദിവസം തുറന്ന് പ്രവർത്തിക്കാനുള്ള അനുമതിയാണ് കുടുംബശ്രീ കൊടുത്തിരിക്കുന്നത്. അതായത് തട്ടിക്കൂട്ട് പരിപാടിയാണ് ഇതിൽ കൂടി ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചിട്ടുള്ളത്. ഈ ചന്ത കൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ മറ്റ് ഒരു ഉൽപ്പന്നങ്ങളും ഇവിടെ വിൽക്കാനോ വിപണനം നടത്താനോ പഴയ ചന്ത കണക്കുള്ള ഒരു സംരംഭം ഇതിനകത്ത് ഉണ്ടാകുകയില്ല. കുടുംബശ്രീയുടെ അവരുടെ ഉൽപ്പന്നങ്ങൾ അവർ ഭീഷണിപ്പെടുത്തി, കുടുംബശ്രീ അംഗങ്ങളെ ഭീഷണിപ്പെടുത്തി മറ്റ് ചന്തകളിൽ നിന്ന് കടകളിൽ നിന്ന് സാധനങ്ങൾ മേടിച്ചു കൊണ്ടുവന്ന് ഇവിടെ വിൽപ്പിച്ച് മാത്രമേ അവർക്ക് ലോൺ കൊടുക്കൂ, അവർക്ക് അതിനുള്ള ഉപകാരങ്ങൾ ഉണ്ടാവൂ, ഉപയോഗങ്ങൾ ഉണ്ടാവൂ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് ഈ ചന്ത രാവിലെ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. ഈ പരിപാടികളിൽ ഒന്നിനും ഇവിടെ ചടയമംഗലത്തും കൊല്ലത്തും മാത്രം കാണുന്ന പ്രസ്ഥാനമല്ല ഭാരതീയ ജനതാ പാർട്ടി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രസ്ഥാനമായ ഈ ഭാരതീയ ജനതാ പാർട്ടിയെ ഈ ചടയമംഗലത്തിൻ്റെ ഈ പൊതുപരിപാടികളിൽ ഇന്ന് രാവിലെ നടന്ന ഉൾപ്പെടെയുള്ള ഒരു പൊതുപരിപാടികളിലും പങ്കെടുപ്പിക്കുന്നില്ല എന്നതുകൊണ്ട് ചടയമംഗലം BJP പഞ്ചായത്ത് സമിതിയുടെ ശക്തമായ പ്രതിഷേധം ഞങ്ങൾ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഇതുപോലെ ചടയമംഗലം ക്വാറിക്ക് വേണ്ടിയിട്ട് ചടയമംഗലത്ത് വീട് വയ്ക്കാനെന്നുള്ള വ്യാജേന ചടയമംഗലത്ത് ഒരു ക്വാറിക്ക് അനുമതി കൊടുത്ത് അത് അവർ വീട് വയ്ക്കുന്നതിന് അടിയിൽ പാറ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിന് അനുമതി കൊടുക്കുകയും അത് മണ്ണ് മാറ്റിയപ്പോൾ അത് പാറയായി, ആ പാറ പൊട്ടിച്ച് ഖനനം തുടങ്ങിയപ്പോൾ അത് ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയങ്കരായ മാധ്യമ സുഹൃത്തുക്കളും അവിടുത്തെ നാട്ടുകാരും അറിഞ്ഞതോടുകൂടി അത് അവരുടെ യുവജന പ്രസ്ഥാനങ്ങളെ കൊണ്ട് അത് വഴിതിരിച്ചു വിട്ട് അതിനെതിരെ പ്രതിഷേധിക്കുവാനും റിക്വസ്റ്റ് കൊടുക്കുവാനും തയ്യാറായി ഈ ചടയമംഗലം പഞ്ചായത്ത് ഭരണസമിതിയുടെ നെറികേടിനെതിരെ BJP ചടയമംഗലം പഞ്ചായത്ത് സമിതി വരും കാലങ്ങളിൽ, വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകും. ഈ ഭാരതത്തിലെ ഈ ജനാധിപത്യത്തെ വിശ്വസിക്കുന്ന എല്ലാ ചടയമംഗലം നിവാസികളും ഭാരതീയ ജനതാ പാർട്ടിയുടെ പേരിൽ അണിനിരക്കണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ് ഈ അവസരത്തിൽ. കഴിഞ്ഞ 10-35 വർഷമായിട്ട് ചടയമംഗലം പഞ്ചായത്ത് ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി
കാലാകാലങ്ങളായിട്ട് വികസനത്തിന്റെ പേരിൽ ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണ് ഇന്നിവിടെ നടന്നിരിക്കുന്നത്. കുടുംബശ്രീ അംഗങ്ങളെ ഭീഷണിപ്പെടുത്തി നിങ്ങൾക്ക് ലോൺ വേണമെങ്കിൽ നിങ്ങൾ ചടയമംഗലം ചന്തയിൽ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്ന് വിറ്റഴിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലോണില്ല, നിങ്ങളെ അവിടെ വിളിച്ചോളൂ ഇവിടെ വിളിച്ചോളൂ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പാവപ്പെട്ട കുടുംബശ്രീയിലെ സ്ത്രീകളെ മറ്റ് ചന്തകളിൽ നിന്ന് സാധനം വാങ്ങിപ്പിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്ന ഒരു പരിപാടി, തട്ടിക്കൂട്ട് പരിപാടി ഉണ്ടാക്കിയിട്ട് ചന്ത വീണ്ടും പുനഃസ്ഥാപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളിതാ വികസനം നടന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു ചെറിയ തട്ടിപ്പ് പരിപാടി ഇന്ന് ഇവിടെ ചടയമംഗലത്ത് നടന്നത് അറിഞ്ഞുകൊണ്ടാണ് ഇന്ന് BJPയുടെ പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു വാർത്താ സമ്മേളനം വെച്ചിരിക്കുന്നത്. ജനങ്ങൾ കാര്യങ്ങൾ അറിയണമല്ലോ. കാലാകാലങ്ങളായിട്ട് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥിരം പരിപാടിയാണ്. ജനങ്ങളുടെ മുമ്പിൽ ഇത്തരത്തിലുള്ള വികസനത്തിന്റെ പേരിൽ എന്തെങ്കിലും തട്ടിപ്പ് നടത്തുക, എന്നിട്ട് അതിന്റെ പേരിൽ വോട്ട് നേടുക, വിജയിക്കും. പാവപ്പെട്ട തൊഴിലുറപ്പ് പദ്ധതി സ്ത്രീകളെയും അതുപോലുള്ള പാവങ്ങളെയും വിളിച്ചൊരു കമ്മിറ്റി കൊണ്ടിരുന്നു. നല്ല ഒരു നേതാവ് വന്ന് കള്ളം പറയാൻ അറിയാവുന്ന, നുണ പറയാൻ അറിയാവുന്ന നല്ലൊരു നേതാവ് വന്നിട്ട് ഇതാണ് ശരി, ഞങ്ങളാണ് ശരി എന്ന് പറഞ്ഞ് ഈ പാവങ്ങളെടുത്ത് 100 നുണകൾ പറയുമ്പോൾ ഗീബൽസൺ തന്ത്രം പോലെ 100 നുണകൾ പറഞ്ഞിട്ട് അത് ഇതാണ് ശരി എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ഗീബൽസൺ തന്ത്രം. അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നുണകൾ പറഞ്ഞുകൊണ്ട് ചടയമംഗലം പഞ്ചായത്തിലെ ജനങ്ങളെയും കുട്ടികളാക്കിക്കൊണ്ടിരുന്നിട്ട് കാലങ്ങളായിരിക്കാം. ഇവിടെ ഈ കുടുംബശ്രീ സ്ത്രീകളെയും മറ്റും ഇവിടെ നിർബന്ധിപ്പിച്ച് ലോൺ വേണമെങ്കിൽ നിങ്ങൾ അവിടെ ചന്തയിൽ കൊണ്ടുവന്ന് സാധനം വിൽക്കണമെന്ന് പറഞ്ഞ് നിർബന്ധിപ്പിച്ച് ഇവിടെ ചന്ത നടത്തുന്നതായിട്ട് കാണിച്ചിട്ട് ഇവിടെ ഈ അടുത്ത സമയത്ത് നമുക്കറിയാമല്ലോ, ഇപ്പൊ ഈ അടുത്ത സമയത്ത് പല മാധ്യമ പ്രവർത്തകരുടെയും അതുപോലെ തന്നെ BJP പോലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭം നടന്നു. ഇവിടെ ചന്ത പ്രസ്താവിക്കണം, കാലങ്ങളായിട്ടുള്ള ചന്തയാണ്. ഇവിടെ അങ്ങനെയുള്ള എത്രയോ സ്ഥാപനങ്ങൾ, ആശുപത്രിയായാലും അതുപോലെ കിടക്കുന്നു, മിനിസ്റ്റർ സ്റ്റേഷൻ അതുപോലെ കിടക്കുന്നു, സ്റ്റേഡിയം നശിച്ച് കിടക്കുന്നു, ഈ KSRTC സ്റ്റാൻഡിന് മുമ്പിൽ സ്ഥലം, അവിടെ മൂത്രപ്പുരയെന്നോ വിശ്രമ കേന്ദ്രമോ എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടാക്കിയിട്ടാണ്. ഇതുപോലെ എല്ലാ സ്ഥാപനങ്ങളും നശിപ്പിച്ചിട്ടിരിക്കുന്നത് പ്രതിഷേധിച്ചുകൊണ്ട് ശക്തമായിട്ടുള്ള BJPയുടെ നേതൃത്വത്തിലുള്ള സമര പരിപാടികൾ ഈ അടുത്ത കാലത്ത് ഉണ്ടായപ്പോൾ അതിൽ നിന്നും ഒന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് ഒരു തട്ടിപ്പ് പരിപാടിയുമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഇന്നിവിടെ കുടുംബശ്രീയിലെ അംഗങ്ങളെ കൊണ്ട് ഒരു ചന്ത നടത്തുന്നതെന്ന് കാണിച്ചു. ഇത് സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ പാവപ്പെട്ട സ്ത്രീകൾ ദൂര സ്ഥലങ്ങളിൽ നിന്ന് വേറെ സാധനം വിലയ്ക്ക് മേടിച്ചിട്ട് കൊണ്ടുവന്നിട്ടാണ് ഇവിടെ നിൽക്കുന്നത് എന്ന അവസ്ഥയാണ്. കാരണം ഇവർക്ക് ഇവിടെ ചന്തയിൽ സാധനം കൊണ്ടുവന്ന് വീട്ടിലേക്ക് ലോൺ കിട്ടുമെന്ന് പറയുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ യഥാർത്ഥ ചന്തയല്ല ഇവിടെ നടക്കുന്നത്. ഉൽപ്പന്നങ്ങൾക്ക് ശരിയായ വിലയ്ക്കുള്ള സാധനങ്ങൾ ജനങ്ങൾ കിട്ടാതാകുമ്പോൾ ഈ ചന്ത പെട്ടെന്ന് പൊട്ടിക്കും. പക്ഷെ ഇവർക്ക് പിന്നീട് പറയാൻ പറ്റും, ഞങ്ങൾ ചന്തയ്ക്കുള്ള വികസന പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിച്ചു, അത് നടക്കാത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ കുടിയിടാനുള്ള ഒരു തന്ത്രം, ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന മറ്റൊരു തന്ത്രം കൊണ്ടാണ് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഇറങ്ങിയിരിക്കുന്നത്. ഇതിനെതിരെയുള്ള പ്രതിഷേധമാണ് ഇവിടെ ഇന്ന് BJP ഈ വാർത്താ സമ്മേളനത്തിലൂടെ പറയുവാൻ ശ്രമിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ചടയമംഗലം പഞ്ചായത്ത് 35 വർഷമായിട്ട് ഭരിക്കുന്നത് കൊണ്ട് ചടയമംഗലത്തിന് എന്തെങ്കിലും തരത്തിലുള്ള വികസനമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ജനങ്ങൾ വീണ്ടും വീണ്ടും ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം പടവലങ്ങ പോലെ ചടയമംഗലം പഞ്ചായത്ത് താഴോട്ട് വളരുന്നതല്ലാതെ ഈ തരത്തിൽ ഈ പഞ്ചായത്തിനെ നശിപ്പിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുടെയും കമ്മ്യൂണിസ്റ്റ് ഭരണകർത്താക്കളുടെയും യഥാർത്ഥ മുഖം, നാടിനെ പട്ടിയാക്കുന്നവരുടെ മുഖം, വികസന വിരുദ്ധതയുടെ മുഖം, ഈ നാട് നശിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ യഥാർത്ഥ വശം ഇവിടുത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ജനങ്ങൾ ഇതിനെതിരെ ഇനിയും ഇവരുടെ കള്ളത്തരത്തിനും പൊള്ളത്തരത്തിനും വശംവതരായിക്കൊണ്ട് ഇവർക്ക് വോട്ടുകുത്തികളായി മാറിക്കൊണ്ട് ഈ ഭരണം വീണ്ടും വീണ്ടും വരെ ഏൽപ്പിച്ചാൽ ഇതുപോലെ ചന്തയില്ലാതാവും, സർവേസ് ഓഫീസ് ഇല്ലാതാവും, സ്റ്റേഡിയം ഇല്ലാതാവും, മിനി സിവിൽ സ്റ്റേഷൻ ഇല്ലാതാവും. ഇത് ഇവിടെ ചെറിയ ജംഗ്ഷനിൽ പോലും ട്രാഫിക് ഐലൻഡും വന്നു കഴിഞ്ഞു. ഇവിടെ ഒരു ട്രാഫിക് സിഗ്നലോ ട്രാഫിക് ഐലൻഡും ഇല്ല. ഇവിടെ പ്രധാനപ്പെട്ട പാലം പണി വന്ന സമയത്ത് ആ പാലം ശരിയായ രീതിയിൽ പണിഞ്ഞെങ്കിൽ ഇവിടെ ആ സമയത്ത് 2 സ്ഥലത്തേക്ക് റോഡ് പോകുന്ന തരത്തിൽ പാലം പണിഞ്ഞെടുത്തെങ്കിൽ ഇവിടെ ട്രാഫിക് സിഗ്നൽ ഉണ്ടായേനെ, ഇവിടെ ജംഗ്ഷൻ കൂടുതൽ വികസിച്ചേനെ, ജംഗ്ഷന് കൂടുതൽ സ്ഥല സൗകര്യം ഉണ്ടായേനെ. അപ്പോൾ അങ്ങനെ പണിയേണ്ട ഒരു പാലത്തെ ഇവര് തട്ടിക്കൂട്ടി അപ്പുറത്തും ഇപ്പുറത്തും 2 ബീമുണ്ടാക്കി വെച്ചിട്ട് പാലം പുതുക്കി പണിഞ്ഞു എന്ന പേരിൽ വലിയൊരു പാലം വരേണ്ട സ്ഥലമാണ്. അത് തട്ടിക്കൂട്ടി അത് നശിപ്പിച്ചു, ആ പദ്ധതി നശിപ്പിച്ചു. ഇതൊക്കെ ശരിയായ രീതിയിലൂടെ നടത്തിയിരുന്നെങ്കിൽ ഈ നാട് മറ്റൊരു വലിയ വികസനമുള്ള വലിയൊരു നാടായി മാറിയേനെ, ചടയമംഗലത്തുകാരുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടേനെ. അത്തരത്തിൽ ഒന്നും ചെയ്യാതെ ഈ നാട് നശിപ്പിക്കുന്ന ഇവർക്കെതിരെ ശക്തമായിട്ട് ജനങ്ങളുടെ ഭാഗത്തുള്ള പ്രതിഷേധം ഉണ്ടാവണം. ഇനിയും ജനങ്ങൾ വിദ്യാളാകരുത് എന്ന് മാത്രമാണ് BJPക്ക് പറയാനുള്ളത്. ഇത്തരത്തിലുള്ള ഇവരുടെ ഈ നെറിയേടുകൾക്കെതിരെ BJPയുടെ നേതൃത്വത്തിലുള്ള ശക്തമായ സമര പരിപാടികൾ തുടർന്നും ഉണ്ടാവും എന്ന് മാത്രമാണ് ഞങ്ങൾ പറയാനുള്ളത്.